عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العلي العظيم. وقال سيدنا محمد صلى الله عليه وسلم: إن الناس لكم تبع وإن رجالا يأتونكم من أقطار الأرض يتفقهون في الدين وإذا أتوكم فاستوصوا بهم خيرا. صدق رسول الله صلى الله عليه وسلم: من طالب العلم للمعاد فاز بفضل من الرشاد فيا لخسران طالبيه لنيل فضل من العباد. മഹാത്മാക്കളായ സാദാത്തുക്കളെ, KC റോഡ് ഉസ്താദ്, ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസരത്ത് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖുദ്വത്തു സാദാത്ത് നമ്മെ ഉണർത്തിയതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇൽമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും സ്വഹാബത്തിലും പഠിപ്പിച്ച് നിലനിന്ന പരിശുദ്ധമായ ദീനിനെ പിൽക്കാലക്കാരായ താബിഉകളും ഇമാമുകളും സൂഫികളും ജലാലിയത്തിന്റെ നേതൃത്വമായ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസും ഉൾപ്പെട്ട മഹത്തുക്കൾ അതിനെ നിലനിർത്തി അവരുടെ ത്വരീഖിൽ നിന്ന്, അവരുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ ലോക അവസാനം വരെ അവരുടെ പാതയിലും ശൈലിയിലും ഇസ്ലാമിനെ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. ആരെങ്കിലും എങ്ങനെയെങ്കിലും കുറെ പുരോഗതികൾ, കുറെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പ് ആവുകയില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഒരു വലിയ പരിഷ്കർത്താവാണ്. ദീനിനെ ചരിത്രത്തിന്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച ഒരു മഹാത്മാവാണ്. അവിടുന്ന് പറഞ്ഞല്ലോ: അശ്ശാഫിയ്യ ഫസ്റുത്തൽ ഹംബലിയ ബിലാ ഹജ്രിൽ ലിതഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ഞാൻ ഒരു പുതിയ മതത്തെ ഇവിടെ അവതരിപ്പിക്കുകയല്ല, പഴമയിൽ നിന്നും വ്യതിചലിച്ച ഒരു പുനരുദ്ധാരണം നടത്തുകയല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ദീൻ അതിവിടെ ഞാൻ പുനർജീവിപ്പിച്ചു. ഇമാം ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അത് ഞാൻ ഇവിടെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ആ പാരമ്പര്യത്തിനും പൈതൃകത്തിനും വിരുദ്ധമായി ഞാനൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നാണ് എല്ലാ മഹത്തുക്കളും ഇവിടെ പഠിപ്പിച്ചത്.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാക്കളെ, ഇന്നന്നാസ ലക്കും തബഉൻ, ജനങ്ങളെല്ലാം നിങ്ങളെ. Introducing the Redmi Note 15 Pro series. ചര്യയിൽ നിന്ന് വ്യതിചലിച്ച ഒന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളെല്ലാം നിങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്. وَإِنَّ رِجَالًا يَأْتُونَكُم مِّنْ أَقْطَارِ الْأَرْضِ يَتَفَقَّهُونَ فِي الدِّينِ. ദീൻ പഠിക്കാൻ വേണ്ടി, ഇൽമു പഠിക്കാൻ വേണ്ടി, ഇൽമിൽ ഫിഖ്ഹ്, ഹനഫി ഫിഖ്ഹ്, ശാഫിഈ ഫിഖ്ഹ്, അഇമ്മത്തുൽ അർബഅയുടെ ഫിഖ്ഹ്, അത് പഠിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും. വഇദാ അതൗകും, അങ്ങനെ അവർ വരുന്ന തൗഫീഖ് നിങ്ങൾക്ക് ഉണ്ടായാൽ, അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഫസ്തൗസൂ ബിഹിം ഖൈറാ, അവരെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ച് അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ലോകത്തിന്റെ നേതാവായ ഉറക്കെ ഒരു സ്വലാത്ത് പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ചു. അഇമ്മത്തുകളുടെ പരിഷ്കരണങ്ങൾ, അഇമ്മത്തിന്റെ പരിഷ്കാരങ്ങൾ, അഇമ്മത്ത് ഇവിടെ ഉണ്ടാക്കിയ നവോത്ഥാനങ്ങൾ, അതിനെ കവച്ചു വെച്ചുകൊണ്ട് ഒരു നവോത്ഥാനമുണ്ടാക്കാൻ, അതിനെ അവഗണിച്ചുകൊണ്ട് ഒരു നവോത്ഥാനമുണ്ടാക്കാൻ ഇവിടെ ആരും മുതിർന്നിട്ടില്ല. മുതിരാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കുകയുമില്ല. അതാണ് യഥാർത്ഥ അസാസ്, അതാണ് അൽ ഖാദിസ, അതാണ് മർക്കസു സഖാഫത്ത് സുന്നിയ, അതാണ് ജാമിഅ സഅദിയ. ഈ മഹത്തായ ശൃംഖലയിൽ, ഈ തരീഖിൽ, ഈ സരണിയിൽ പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം ഉലമാഇനെ അണിനിരത്തി ഉത്തരേന്ത്യയിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രകാശ ഗോപുരമായി നിലനിന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി, അവിടുത്തെ സിൽക്കിൽ, അവിടുത്തെ തരീഖിൽ, അവിടുത്തെ ശിഷ്യഗണങ്ങൾ, മക്കളായുള്ള ആ പരമ്പരയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസ്രത്ത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദീനി വിദ്യാഭ്യാസ രംഗം അതാണ്. അഖ്തർ റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ പേരക്കുട്ടിയെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്, അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഗാംഭീര്യം, ഈമാനികമായ ചൈതന്യം അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. നിങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖകമലത്തെ നിങ്ങൾ വീക്ഷിച്ചു നോക്കൂ, മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ ഒരു പ്രകാശം ഉണ്ടാകും, ഒരു വെളിച്ചമുണ്ടാകും, ഒരു നൂറുണ്ടാകും. ഒരു ബിദ്അത്തുകാരനെ ശ്രദ്ധിച്ചു നോക്കൂ, അവന്റെ മുഖത്ത് അവൻ എത്ര വെളുത്തിരുന്നാലും ആ പ്രകാശം ഉണ്ടാവുകയില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഉലമാഇന്റെ മുഖത്തേക്ക് നോക്കുക, അഹ്ലു ബൈത്തിന്റെ മുഖത്തേക്ക് നോക്കുക. ആ ഫിറാസത്തുൽ മുഅ്മിനിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്,
അവർ അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ടാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മെ അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ ആ പ്രകാശപൂരിതമായ സമൂഹത്തെ ശിരസ്സാവഹിച്ചുകൊണ്ട് അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സല്യൂട്ട് നൽകി അവരെ അംഗീകരിച്ച് മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്. നമ്മുടെ അൽഖാദിസക്ക് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നത് കാവൽഘട്ട ഹസ്രത്ത്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മഹാനാണെങ്കിൽ 150 വർഷം പിന്നിട്ട ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് ഇന്ന ആളുകൾ ഉസ്താദുമാര് പിരിവിന് വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അബൂബക്കർ ഹാജിയെ പോലെ, ഇവിടെ നേരത്തെ പറഞ്ഞ ഉമറാക്കളെ പോലെ ഒരു പറ്റം വലിയ ഉമറാക്കളാണ് നടത്തുന്നത്. അവിടുത്തെ എല്ലാ വിഷയങ്ങളും ഉസ്താദുമാരാണ്. പണം കൊടുക്കുന്നതും പണം ഉണ്ടാക്കി കൊടുക്കുന്നതും കേവലം ഉമറാക്കൾ മാത്രമാണ്. ബാക്കിയെല്ലാം ഉലമാഇന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദീൻ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യ രാജ്യത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് ഉമറാക്കൾ ഒന്നുകൂടി കടുപ്പിച്ച് ഒന്നുകൂടി ഉഷാറായി പരിശുദ്ധമായ ദീനീ സ്ഥാപനങ്ങൾക്കൊപ്പം നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ തിരുദൂതനാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളായ അവിടുത്തെ തിരുശേഷിപ്പുകളായ അവിടുത്തെ അനന്തരാവകാശികളായ ഉലമാ, ആ ഉലമാ ഒരു സ്ഥലത്ത് എത്തി പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിശ്ചലമായി നിർജീവമായി കിടന്നിരുന്ന ഭൂതലങ്ങൾ, കാവൽഘട്ട പോലെയുള്ള 10 വർഷം മുമ്പ് ആർക്കും അറിയാത്ത ഭൂതലങ്ങൾ എന്നിതാ വിദ്യാഭ്യാസ ദീനീ സ്ഥാപനങ്ങൾ കൊണ്ട് പ്രതിജ്വലിച്ച് വലുതായി വളർന്ന് മുഅ്മിനീങ്ങൾ ഒഴുകി വരുന്ന ഒരു സ്ഥലമായി കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിർജീവമായ ഒരുപാട് സ്ഥലങ്ങളെ, നാടുകളെ അവന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളെ കൊണ്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ, നിർജീവമായ വസ്തുക്കളെ ദീനീ രംഗത്തേക്ക് സജീവമാക്കാനുള്ള ചാലക ശക്തിയാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ തായ്വഴികളായി കൈകൾ മാറി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സ്വഹാബാക്കളെ നിങ്ങളെ കണ്ടാണ് ജനങ്ങൾ പഠിക്കുന്നത്. അവർക്ക് ഫോളോ ചെയ്യുന്ന, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആ മുസ്തഖീമായ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന, ചലിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളൊക്കെ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ആകർഷിച്ച് അവരുടെ എല്ലാം ഫോളോവേഴ്സുകളാകാൻ, അവർക്ക് പിൻപറ്റാൻ പറ്റുന്ന ആളുകളാകുന്ന രൂപത്തിലാകണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊക്കെ മനസ്സിലാക്കി അവിടുത്തെ അനന്തരാവകാശികളായ മുസ്തഖീമായ മാർഗത്തിൽ ചലിച്ച് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാത്മാക്കളായ ഉലമാക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ ദുആയിൽ പങ്കാളികളാകാൻ ഫസ്തൗസൂ ബിഹിം ഖൈറാ, അവരോട് ദുആ വസിയത്ത് ചെയ്ത് അവരുടെ ദുആ ലഭിക്കുന്ന വിശ്വാസികളിൽ, മുഅ്മിനുകളിൽ, പാവങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാ
എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹസ്രത്തിന്റെ വിദ്യാർത്ഥികൾ, വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികൾ ആലപ്പുഴ ഹാഷിമിയിലും വന്നിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടെ സനദ് വാങ്ങിയ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കും ഖുദ്സികളായി കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്ന എല്ലാ ഉലമാഇനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തൗഫീഖുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളുടെ ദുആയിൽ പാവപ്പെട്ട ഹാഷിമിയ എന്ന സ്ഥാപനത്തെയും വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ജാമിയ ഹാഷിമിയുടെ 1000 അഭിനന്ദനങ്ങൾ ഈ മഹത്തായ സമ്മേളനത്തിന് അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.